നമസ്കാരം സനോജി. നമസ്കാരം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി എസ് പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. എന്ത് പറയുന്നു? നമ്മൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ പൂർണ്ണമായി എത്തുകയാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഈ പ്രശാന്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം മുതൽ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അജികുമാർ, ദേവസ്വം മെമ്പർ അജികുമാറിന് ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ വി എസ് പ്രശാന്തിൻ്റെ കാര്യത്തിൽ കോടതി അത്തരത്തിലുള്ള യാതൊരു ദയാദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല. ജാമ്യം നിഷേധിക്കുക തന്നെയാണ് ചെയ്തത്. മിക്കവാറും ഓണം അകത്തിരുന്നുണ്ണേണ്ടി വരും ഇക്കുറി എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ 1999 നടന്ന സ്വർണ്ണക്കൊള്ള, അതിൻ്റെ തുടർച്ചയായി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഈ 2025 അതേ കുറ്റം ആവർത്തിച്ചു. അന്നത്തെ കുറ്റം മറയ്ക്കാൻ വേണ്ടിയാണെന്നുള്ളത് കോടതിക്ക് മുന്നിൽ ഇപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, വി എസ് പ്രശാന്ത് ഇതിനെതിരെ വാദിക്കുന്നത് ഇത് വെറും ഒരു ടെക്നിക്കൽ ഡിഫോൾട്ട് മാത്രമാണ്. അതായത് ദേവസ്വം കമ്മീഷണർക്ക് ഒരു കത്ത് കൊടുക്കേണ്ടിയിരുന്നു, അത് കൊടുത്തില്ല. അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ യാതൊരു തെറ്റുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും വ്യക്തമാകാത്തൊരു കാര്യം, എന്തിനു വേണ്ടിയാണ് ഈ 2025 സെപ്റ്റംബറിൽ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുന്നോടിയായി ഒരു വർഷമാകാൻ പോകുന്നു. കാര്യം കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ 4ാം ഓണ ദിവസമാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഇതാ ഈ അടുത്ത വെള്ളിയാഴ്ച 4ാം ഓണമാണ്. അപ്പോൾ ഒരു വർഷം തികയുകയാണ്. ഈ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. ശബരിമലയുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിനു വരെ ഇതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. അതൊരു മറ്റൊരു വിഷയമാണ്, നമുക്കത് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പ്രശാന്തിൻ്റെ കാര്യത്തിൽ തിരികെ വരുമ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടിയായിരുന്നു ആ അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ട് മുന്നോടിയായി അതേ വർഷം 2025 സെപ്റ്റംബർ 20 പമ്പയിൽ അയ്യപ്പ സംഗമം നടന്നത്. അതിന് തൊട്ട് മുന്നോടിയായി എന്തിനു വേണ്ടിയാണ് ധൃതിപ്പെട്ട് ഈ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി രാത്രിയുടെ മറവിൽ, ചന്ദ്രഗ്രഹണത്തിൻ്റെ മറവിൽ ചെന്നൈയിലേക്ക് കടത്തിയത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതും CCTV ദൃശ്യങ്ങൾ ഓഫാക്കിക്കൊണ്ട് ശബരിമലയുടെ ഹൈക്കോടതിയിൽ നിന്ന് നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ ജഡ്ജുണ്ട്. അദ്ദേഹത്തിൻ്റെ പോലും അനുമതി തേടാതെ, കോടതിയുടെ മുൻകൂർ അനുമതി എടുക്കാതെ, ആ അനുമതി എടുക്കാത്തതാണ് ഇദ്ദേഹം ടെക്നിക്കൽ ഫാൾട്ടായി ലഘൂകരിക്കപ്പെടുന്നത്. പക്ഷേ അതൊന്നുമില്ലാതെ ഇത്തര തിടുക്കത്തിൽ കൊണ്ടുപോയത് എന്തിനെന്നാണ്, അതും മതിയായ സുരക്ഷയില്ലാതെ. പക്ഷേ ഇതിനൊക്കെ അന്നു മുതൽ പ്രശാന്ത് വാദിക്കുന്നതും ഖണ്ഡിക്കുന്നതും മതിയായ സുരക്ഷ ഇതിനുണ്ടായിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇത് കൊണ്ടുപോയതെന്നാണ്. നമ്മളപ്പോഴും പറഞ്ഞിരുന്നു, വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ വിജിലൻസാണ്. ദേവസ്വത്തിൻ്റെ വിജിലൻസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ പാർട്ട് മാത്രമാണ്, ദേവസ്വത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ദേവസ്വത്തിലെ അഴിമതികളും മറ്റു കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻറ്റേർണൽ ബോഡിയാണ്. ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വമെങ്കിലും ഇവർ ആംഡ് ഫോഴ്സ് ഒന്നുമല്ല. ഈ ഒരു ആയുധം കൈവയ്ക്കാനുള്ള അധികാരമൊന്നും ഇവർക്കില്ല. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള, പ്രത്യേകിച്ചും ശബരിമല പോലെ ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ വിലമതിക്കാനാകാത്ത അവിടുത്തെ ഒരു സ്വർണ്ണ ഉരുപ്പടി മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനെന്ത് സുരക്ഷയാണ് നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വാദത്തിൽ തന്നെ തകർന്നു വീഴുന്ന കാര്യങ്ങളേ ഉള്ളൂ ആ സുരക്ഷയുടെ ഒരു പരിരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്ത് സുരക്ഷയാണ് ഇതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിൻ്റെ സാധനങ്ങൾ അവിടെ നിന്നും ശബരിമലയിൽ നിന്നും കടത്തി പമ്പ വഴി, ചാലക്കായം വഴി റോഡ് മാർഗം കൊണ്ടുപോകുമ്പോൾ ഒരു ഔട്ട് പാസ് പോലും ഇത്തരം കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നുള്ള ഒരു കാര്യം കൂടി കോടതി ഞെട്ടലോടുകൂടിയാണിത് തിരിച്ചറിഞ്ഞത് ഈ അന്വേഷണത്തിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ കാര്യത്തിൽ ഹൈക്കോടതി ബെഞ്ച്, ശബരിമല ബെഞ്ച് തന്നെ ഉണ്ട്. അപ്പോൾ ഈ കോടതി കൃത്യമായി ചില നിഷ്കർഷകൾ വച്ചിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ വിലപിടിപ്പുള്ള എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ, സ്വർണമോ മറ്റു ഉരുപ്പടികളിലോ അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അത് ദേവസ്വം ബോർഡ് നേരത്തെ കോടതിയുടെയും ഈ കോടതി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ജഡ്ജിൻ്റെയും അനുമതിയോടുകൂടി മാത്രമേ അറ്റകുറ്റപ്പണികൾ നടത്താവൂ. അതും സന്നിധാനത്ത് നിന്നും കഴിയുന്നത്ര കാര്യങ്ങൾ സന്നിധാനത്ത് വെച്ച് തന്നെ പണി നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ പാടില്ല. ഒരുപക്ഷെ ഈ വാർത്ത നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്വമയാണ്, പലതവണ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അന്നത് കൊടുത്തപ്പോൾ അന്നത്തെ ശബരിമല തന്ത്രി, കഴിഞ്ഞ ടേമിലുള്ള ശബരിമല തന്ത്രി മഹേഷ് ഉൾപ്പെടെയുള്ളവർ നമ്മളോട് ചോദിച്ചത്, നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇത് കടത്തെന്ന് പറയുന്നത്? അനുവാദമില്ലാതെ കൊണ്ടുപോകുന്നത് എന്തും കടത്ത് തന്നെയാണ്, അല്ലേ? അനുവാദമില്ലാതെ കൊണ്ടുപോകുന്നത് എന്തും കടത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കടത്തെന്നുള്ളൊരു വാക്ക് നമ്മളന്ന് ഉപയോഗിച്ചത്. അതിപ്പോഴും തെറ്റാണെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല, അത് ശരി തന്നെയായിരുന്നു. കാര്യം അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ പദപ്രയോഗം ശരി തന്നെയായിരുന്നു. അനുമതി ഇല്ലാതെ ശബരിമലയുടെ
മണ്ണിൽ നിന്നും അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കടത്ത് തന്നെയായിരുന്നു, സ്വർണ്ണക്കടത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ആ ഒരു വാക്കിനെ ഉപയോഗിച്ചത്. പക്ഷേ അന്ന് VS പ്രശാന്ത് അതിനുശേഷം പന്തളത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, എന്താണ് ഇത് സംഭവിച്ചത്? അന്നും അദ്ദേഹം പറഞ്ഞത് ഇതൊരു ടെക്നിക്കൽ ഫോൾട്ട് മാത്രമാണ്, അതിനപ്പുറം ഒന്നുമില്ല, ഒരു ലെറ്റർ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രയും കണ്ട് ലഘൂകരിക്കുകയായിരുന്നു. കാര്യം അന്ന് അദ്ദേഹം ഈ അയ്യപ്പ സംഗമം നടത്താനുള്ളതിൻ്റെ ഒരു തത്രപ്പാടിലായിരുന്നു. അയ്യപ്പ സംഗമം എന്തായി തീർന്നു എന്നുള്ളത് പിന്നീടുള്ള ചരിത്രമാണ്, അല്ലേ? അത് മറ്റൊരു കഥയാണ്. എന്തായാലും ശബരിമലയിൽ നടന്നത് തീവട്ടിക്കൊള്ള തന്നെയാണെന്ന് കോടതിക്ക് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു. അന്ന് അതിന് ചുക്കാൻ പിടിച്ച ബോർഡിൻ്റെ പ്രസിഡന്റ് VS പ്രശാന്ത് അടക്കമുള്ള പ്രതികൾ, അവർ ഇപ്പോൾ പ്രതികൾ തന്നെയാണ്. അപ്പോൾ അവരെ മുൻനിർത്തി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇനി ഈ ഒരുപക്ഷെ ഓണമൊക്കെ ആയതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കോടതി അവധി ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കോടതി തുറക്കുന്ന മുറയ്ക്ക് ഇതിൻ്റെ തുടർ വിചാരണ നടപടികൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ സനോജി, ഒരു ചോദ്യമുള്ളത്, VS പ്രശാന്ത് ഇതിൻ്റെ അകത്ത് കാര്യമായി ഉൾപ്പെട്ടിട്ടുണ്ട്, അതിലൊരു കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതെ, അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കോടതിയും ഏതാണ്ട് സാധൂകരിക്കുന്നു ഈ ജാമ്യം നിഷേധിച്ചുള്ളത്. എൻ്റെ ഒരു ചോദ്യം, ഈ 3 ദേവസ്വം പ്രസിഡന്റുമാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, വാസു, പത്മകുമാർ, VS പ്രശാന്ത്. വാസുവിനും പത്മകുമാറിനും മുകളിൽ ഈ കള്ളക്കടത്തിൽ പ്രശാന്തിന്റെ ഒരു ഭൂമിക എന്താണ്? കാരണം പ്രശാന്ത് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, പക്ഷെ ഇതിന്റെ പ്രധാന മൂടിവെക്കലുകളോ അല്ലെങ്കിൽ കടത്തലുകളോ നടന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്താണ്. എന്താണ് പ്രശാന്തിന്റെ പ്രസക്തി? അത് തന്നെയാണ് കാര്യം. ഈ കമ്മ്യൂണിസ്റ്റ് ഈ ഒരു സർക്കാർ ഇരിക്കുമ്പോൾ ഇതിനകത്ത് 4 പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. പക്ഷേ താരതമ്യേന ഇതിലൊന്നും പങ്കില്ലാത്തൊരു പ്രസിഡന്റായിരുന്നു അനന്തഗോപൻ. അനന്തഗോപൻ ഇതിലൊന്നും ഒരു റോളുമില്ല. അദ്ദേഹം വലിയ കുഴപ്പങ്ങളും പരിക്കുകളും ഇല്ലാതെ മാറി നിൽക്കുകയാണ്. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇതിൽ ആദ്യം വരുന്നത് ഈ യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് പത്മകുമാർ. പത്മകുമാറിനെ തുടർന്നാണ് വാസു വരുന്നത്. വാസു വരുന്ന കാലഘട്ടത്തിലാണ് കോവിഡ് കാലഘട്ടമായി, അങ്ങോട്ടേക്ക് ആരും പോകാതെയായി. അത് ഒരുപക്ഷെ വാസുവിന് ഈ പ്രസിഡന്റ് സ്ഥാനം അങ്ങോട്ടങ്ങ് ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം വാസു എന്തൊക്കെയോ മോഹിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് ആയത്. പക്ഷേ വാസു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു കുഞ്ഞു പോലും ശബരിമലയിൽ എത്താത്ത ഒരു കാലമായി തീർന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ. അതെ, വാസുവിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് പ്രശാന്താണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വേലി ചാടി വരുന്ന ഒരാളാണ് പ്രശാന്ത്. പ്രശാന്തിന് അപ്പോൾ ഈ പാർട്ടിയിൽ കൃത്യമായി നിലയുറപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. പ്രശാന്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു. കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ തുടങ്ങി അടുത്ത ടേമിൽ ദേവസ്വം മന്ത്രിയാകുക എന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടു കൂടി അവിടെ അന്ന് അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാവർക്കും ഓരോരോ പദവികൾ അവർ തന്നെ സ്വയം കൽപ്പിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഈ കേസിൽ ഉൾപ്പെട്ട പഴയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വയം പ്രഖ്യാപിത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. കാര്യം പുള്ളി NSSന്റെ അടുത്ത ആളാണ്, NSSന്റെ നോമിനിയാണ്. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമമൊക്കെ അങ്ങോട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് മുരാരി ബാബു ആയിരിക്കും. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി, അതായത് 3ാം വട്ടം LDF സർക്കാർ ജയിച്ച് വരുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു. ഒപ്പം PS പ്രശാന്ത് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായി മാറുന്നു. ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇവർ അറിഞ്ഞില്ല, ഇവർക്കുമൊക്കെ അപ്പുറം ചില കണ്ണുകൾ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഈ ശബരിമല കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനൊരു പരാതിക്കാരൻ ഇല്ല എന്നുള്ളതാണ്. ഇതിലെ പരാതിക്കാരൻ നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഇവർ എവിടെയൊക്കെ ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ അതെല്ലാം കൃത്യമായി പഴുതടച്ചുകൊണ്ടാണ് ഇവരെ പൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ SITയും വിജിലൻസും ഒക്കെ പല ഘട്ടങ്ങളിൽ LDF സർക്കാർ ഇരുന്നപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഇലക്ഷൻ വരെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ ഒരു കേസിന് മേൽ. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇതിനൊരു അട്ടിമറിക്കൽ ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ കോടതി അഡമൻ്റ് ആയതുകൊണ്ട് മാത്രം വലിയ രീതിയിലുള്ള അട്ടിമറിക്കലുകളൊന്നും നടന്നിട്ടില്ല. ഇനി അട്ടിമറിക്കൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. കാര്യം ചെറിയ തോതിലുള്ള എന്തായാലും ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇതിനെ ഫ്രീസറിൽ വയ്ക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ, അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള അല്ല, ഈ ഇപ്പൊ മനോജ് ചോദിച്ചതിന്റെ ഒരു തുടർച്ച ഇവിടെ ഉണ്ട്. കാര്യം ഈ പറഞ്ഞ പത്മകുമാറും വാസുവും അല്ലെങ്കിൽ പ്രശാന്തും കഴിഞ്ഞാൽ അടുത്ത് ഈ വിഷയം നേരെ ചെന്ന് നിൽക്കുന്ന മറ്റു 2 വ്യക്തികൾ കടകംപള്ളി സുരേന്ദ്രനും വാസവനുമാണ്. 2 പേരും 2 ടേമിലായിട്ട് ദേവസ്വം മിനിസ്റ്റേഴ്സ് ആയിരുന്നവരാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്ക് ഒന്നുകൂടി വ്യക്തമാണ്. അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്രത്തോളം അഗാധമായ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിട്ട് കൂടിയും കടകംപള്ളി അവകാശപ്പെടുന്നത് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നാണ്. അങ്ങനെ അത്ര പകൽ വെളിച്ചത്തിൽ കള്ളം പറയുന്ന മാന്യനാണ് അദ്ദേഹം. അപ്പോൾ എന്നിട്ട് പോലും അതിൻ്റെ പങ്കേറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. SIT വളരെ രഹസ്യമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് അതിനും മേലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ളത്
നയതന്ത്ര ബന്ധമുള്ള ചില ചാനലുകൾ തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ED അന്വേഷിക്കുന്ന മറ്റൊരു കേസ്, അതിൻ്റെ മണി ട്രയൽ ചെന്ന് നിൽക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രീതിയിലേക്കാണോ ഇല്ലയോ എന്ന് മാത്രം ഭാവിയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, സംസ്ഥാനത്തെ വിറ്റുകൊണ്ട്, അതായത് കോടാനുകോടി വിശ്വാസികളുടെ വിശ്വാസത്തെ വിറ്റ ഒരു മുഖ്യമന്ത്രി എന്നുള്ള പേര് ഒരുപക്ഷെ പിണറായി വിജയനിലേക്ക് വന്നു ചേരും. അത് എന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. മുമ്പും നമ്മൾ ചില അതിൻ്റെ അനുമാനങ്ങൾ പറഞ്ഞിരുന്നു പല ചർച്ചകളിലായി. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇതിൽ തള്ളിക്കളയാനാകില്ല എന്ന് അന്വേഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരും രഹസ്യമായും പരസ്യമായും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണം നടക്കണമെങ്കിൽ ഇതിൽ വെള്ളം ചേർക്കലില്ലാത്ത കോടതി സത്യസന്ധമായി ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഈ ഒരു മണി ട്രയൽ ചെന്ന് നിൽക്കുന്നത് ഈ ഒരു സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തലാണെങ്കിൽ ചിലപ്പോൾ ഈ ED ഇപ്പോൾ പറയുന്നത് പോലെ 85-120 കോടി രൂപയുടെയൊക്കെ ക്രയവിക്രയങ്ങളുടെ ഒരു കണക്ക് പോലും ചിലപ്പോൾ തെളിഞ്ഞു വന്നേക്കാം. ഇനി തിരിച്ച് നമ്മുടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ കടകംപള്ളി വാസവൻ ഇവർ രണ്ടുപേരിലേക്കും അന്വേഷണം എത്തുമോ ഇല്ലയോ എന്നുള്ളത് ഇനി അറിയേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നത് പോലെ PS പ്രശാന്തിലേക്ക് എപ്പോൾ അന്വേഷണം നീണ്ട കുരുക്കുകൾ അയാൾക്ക് ചുറ്റും മുറുകിയോ അന്ന് മുതൽ കടകംപള്ളി വല്ലാതെ അസ്വസ്ഥനാണ്. രമേശ് ചെന്നിത്തല രഹസ്യമായ ഒരു സ്കൂട്ടറിൽ ഹെൽമെറ്റ് പോലും വയ്ക്കാതെ പോയി കണ്ടതൊക്കെ നാം കണ്ടതാണ്. തന്നെയുമല്ല, പാർട്ടി കടകംപള്ളിയെ കൈവിടാൻ ഒരുങ്ങുകയാണോ? കാരണം കടകംപള്ളിയെ കുറിച്ചൊരു വലിയ മമതയൊന്നും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ കാണുന്നില്ല. കടകംപള്ളി നിശബ്ദനാണ്. അല്ല, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഏറ്റുവാങ്ങിയ ദയനീയമായ പരാജയത്തോടുകൂടി കടകംപള്ളി മൊത്തത്തിൽ പൊതുജനമധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു പേരും കീർത്തിയും ഒക്കെ അതോടുകൂടി തീർന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ ശബരിമല കേസ് മറ്റൊരു വിധത്തിൽ ഉയർന്നു വരുന്നത് അദ്ദേഹത്തെ കടുത്ത പ്രതിരോധത്തിലാക്കി. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഫലമായി തന്നെയാണ് കൊച്ചുവെളുപ്പാങ്കാലത്ത് ഒരു ഹെൽമറ്റ് പോലും ധരിക്കാതെ ഒരു 2 വീലറിൽ രമേശ് ചെന്നിത്തലയെ കാണാൻ കടകംപള്ളി പറന്നോടിയെത്തിയത്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവും അദ്ദേഹം എത്രത്തോളം അസ്വസ്ഥനാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിൽ പുറത്തറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. മാത്രമല്ല, പത്മകുമാർ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ചിലതൊക്കെ ഞാൻ ഇതിലും അധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വെളിപ്പെടുത്തുമെന്ന്. ഉടനെ പാർട്ടി അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത്, അല്ലേ? വെറുതെ വിട്ടു എന്നല്ല, വെറുതെ വിട്ടു എന്നുള്ളതാണ്. അതെ. അപ്പം എന്തൊക്കെയോ ഇനിയും കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഈ യുവതീ പ്രവേശന ത്തിൻ്റെ കാര്യങ്ങൾ ഒരു വശത്ത്, മറുഭാഗത്ത് ഈ സ്വർണ്ണക്കൊള്ള, അതിനുമപ്പുറം എന്തൊക്കെ ശബരിമലയെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ SITയുടെ അന്വേഷണം കൃത്യമായ പാതയിലാണ്, ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകണമെങ്കിൽ കോടതി അത് കൃത്യമായി സത്യസന്ധമായി നിരീക്ഷിച്ച് അതിലേക്ക് എത്തുമെങ്കിൽ ഒരുപക്ഷെ വെളിപ്പെടാൻ പോകുന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഓണം കഴിയുമ്പോഴത്തേക്ക് കോടതി വീണ്ടും കൂടുമ്പോൾ അറിയാം എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നതെന്ന്. അപ്പോൾ ആ അവസരത്തിൽ വീണ്ടും ചർച്ചകളാവാം. സനോജി, വളരെ നന്ദി. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.